ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഉണ്ണിക്കണ്ണന്മാർക്ക് വെക്കാൻ വേണ്ടിയുള്ള ഒരു കിരീടമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പം നമുക്ക് കിരീടം ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനു വേണ്ടി നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുണ്ട്. നമ്മൾ അതിനു വേണ്ടി ചെയ്തിരിക്കുന്നത് ഒരു ബോണ്ട് പേപ്പർ എടുത്തിട്ട് അതിനെ ഇങ്ങനെ നടുവേ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് എത്രയാണോ ഈ ഒരു വീതി വേണ്ടത് അതനുസരിച്ച് അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കിരീടത്തിന് ആകെ എത്രയാണോ വലിപ്പം വേണ്ടത് ആ ഒരു പൊക്കം നോക്കി ഇങ്ങനെയൊരു ഷേപ്പിൽ ഇതിനെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വീതി ഇനി ഫുള്ള് പേപ്പർ വേണ്ടെങ്കിൽ എവിടം വരെയാണോ വേണ്ടത് അവിടം കൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പേപ്പർ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഒന്നെടുത്ത് അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. വേസ്റ്റ് ബോർഡോ അല്ലെങ്കിൽ ഒരുപാട് കട്ടി വേണ്ട എങ്കിലും അത്യാവശ്യം കട്ടി വേണം, അങ്ങനെ എന്തെങ്കിലും ഒന്നിലോട്ട് അത് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അക്രിലിക് മെറ്റാലിക് കളർ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ്. നമ്മളിവിടെ റെഡ് ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് വീതിയുള്ള, അതായത് ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെ വരുന്ന ഒരു ലേസാണ് എടുത്തിരിക്കുന്നത്, ഗോൾഡൻ കളർ. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ആ ലേസിൻ്റെ വീതി എത്രയാണോ അത് നോക്കിയാണ് നമ്മൾ ഇത്രയും ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ലേസ് ഒട്ടിച്ചു കൊടുക്കുക. ലേസ് ഒട്ടിക്കുന്ന സമയത്ത് ചുളുക്കമൊന്നും വരാൻ പാടില്ല. ഇങ്ങനെ തൂത്ത് കൊടുത്ത് അതിനെ ഒട്ടിച്ച് വിടുക. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ലേസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി എവിടെയെങ്കിലും കം കുറവുണ്ടെങ്കിൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ സ്റ്റോൺ ചെയിനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചെയിൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവേ. ആ സൈഡിൽ കൂടി വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി. ഒരു കെർവ് പോണക്കൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് കുറച്ച് പതുക്കെ ഒട്ടിച്ച് കൊടുത്തേച്ചാൽ മതി. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. ആ ലേസ് ഒട്ടിച്ചേക്കുന്നതിൻ്റെ സൈഡിലോട്ടും കൂടി നമ്മൾ ഈ സ്റ്റോൺ ചെയിന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിലുണ്ടല്ലോ ഈ സ്റ്റോൺ ചെയിൻ കുറവായിരുന്നു. അപ്പോൾ തികയോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യമേ ആ ഒരു വശത്തു നിന്ന് തുടങ്ങാഞ്ഞത്. അപ്പം ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തതിൻ്റെ മിച്ചം ഞാൻ ഇപ്പുറത്തെ സൈഡിലും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ ഇവിടെ ചെറിയ പേളാണ് എടുത്തിരിക്കുന്നത്, ഗോൾഡൻ കളറിലെ. എന്നിട്ട് അത് നമ്മൾ നൂലിലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചേക്കുന്നതിൻ്റെ സൈഡിൽ കൂടി ഗം അപ്ലൈ ചെയ്തിട്ട് അത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാവേ.
ഇനി വേണ്ടേ നമ്മൾ ഇങ്ങനത്തെ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടിയതാണ്. ഇതില്ലെങ്കിൽ ഡ്രോപ്പ് ഷേപ്പ് സ്റ്റോൺ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുത്തേച്ചാൽ മതി. ഇത് വേണ്ടേ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാവേ. വേണ്ട ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഒരെണ്ണം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ കട്ടിങ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഓരോന്ന് വീതം ഇങ്ങനെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാൻ വേണ്ട ഈ ഒരു സൈഡ് ഒട്ടിച്ചപ്പോഴത്തേനും ഈ ക്യാമറയ്ക്ക് നേരെ വെച്ചേക്കുന്നത് കൊണ്ട് ആ ഒരു രീതിക്ക് തന്നെയാണ് ഒട്ടിച്ച് വിട്ടത്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൈഡിൽ ഇപ്പോൾ ഒട്ടിച്ച് പോകുന്നത് കണ്ട് ഇതുപോണക്ക് നേരെ നേരെ വേണം വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയ. ഇത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ അത് ശരിയാക്കിയിരുന്നു. എങ്കിലും കുറച്ചൊരു ചെരുവിലാണ് അതിരുന്നത്. അത് നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആ ചെരുവ് ഒരുപാട് മാറ്റാനും പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയ. എല്ലാം ഇങ്ങനെ നേരെ നേരെ വരുന്നത് പോണക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണ്ടേ നമ്മൾ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴോട്ടും കൂടി നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടേ നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന ചെറിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം കേട്ടോ. ഈ കളർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ തിരഞ്ഞെടുത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലൈറ്റ് പീച്ച് കളറാണേ. വേണ്ടേ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം വേണ്ടേ നമ്മൾ ആ ബീഡ്സും ഇങ്ങനെ അതിൻ്റെ ചുറ്റിനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഗോൾഡൻ കളർ സ്വീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേണ്ട ഈ ലേസിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും അമർത്തണം, ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. അപ്പം വേണ്ടേ നമ്മൾ ആ ലൈനിൽ കൂടി സീക്വൻസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടേ ഇതിൻ്റെ ചുറ്റിനും സീക്വൻസ് ഒട്ടിച്ച് കൊടുക്കണം.
അപ്പം വേണ്ടേ നമ്മൾ ആ സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ ചുറ്റിനും സീക്വൻസ് ഒട്ടിച്ചെടുത്തായിരുന്നു. ഇനി വേണ്ടേ ഈ മിച്ചം കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ സീക്വൻസ് അതിലെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവേ. പ്ലെയിനായിട്ട് എവിടെയൊക്കെ സ്ഥലം കിടക്കുന്നോ അവിടെയെല്ലാം ഈ സീക്വൻസ് ഒട്ടിച്ച് കൊടുത്ത് ഇതിനെ ഫില്ല് ചെയ്തെടുക്കണേ. അപ്പം വേണ്ടേ നമ്മൾ പേളും സീക്വൻസും എല്ലാം ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടേ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് 2 ഹോള് ഇട്ട് കൊടുക്കുക. ഇത് ഒരെണ്ണം മേളിലും അതിൻ്റെ കുറച്ച് താഴെയായിട്ടും വരുന്നത് പോണക്ക് 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ നമ്മൾ ഈ കളറിലെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വേണ്ട അതിനെ 2ആയിട്ട് മടക്കി തന്നെ ഈ ഒരു ഹോളിനകത്തൂടെ ഇങ്ങനെ കയറ്റി എടുത്തിട്ടുണ്ട്. അടിവശത്തൂടെയാണ് കയറ്റി മണ്ടയിലോട്ട് കൊണ്ടുവന്നിട്ട് വേണ്ടേ അതിനെ ഇങ്ങോട്ട് നീളത്തിലെടുത്തിട്ട് ഇനി വേണ്ടേ ഇതിലെ ഇങ്ങനെ താഴോട്ട് ഇറക്കി എടുക്കുക. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് നീളത്തിൽ ത്രെഡ് എടുത്തിട്ട് അതിനെ 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കയറ്റിയേക്കുന്നത്. അപ്പം വേണ്ട ഒരു സൈഡിൽ തന്നെ 4 ത്രെഡ് ഇങ്ങനെ വരും. അപ്പം നമുക്ക് കുറച്ച് കെട്ടുമ്പോഴൊക്കെ കുറച്ച് കട്ടിക്ക് ഇരിക്കാൻ വേണ്ടി അത് നല്ലതാണ്. അതുപോലെ തന്നെ വേണ്ട ഈ സൈഡിലും ഹോൾ ഇട്ടിട്ട് ത്രെഡ് കയറ്റി എടുക്കുക. ഇനി വേണ്ട നമ്മൾ മൈപ്പീലി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് വെച്ച് കൊടുക്കാതെ. അപ്പോൾ എത്ര വേണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് എടുക്കുക. അതിനുശേഷം നമ്മൾ വേണ്ട ഒരു ബോണ്ട് പേപ്പർ ഒരു 4 പീസായിട്ട് കീറി എടുത്തിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട അതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് മയിൽപ്പീലി അതിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടിവശത്തായിട്ട് വേണ്ട ഇങ്ങനെ എവിടെയാണോ മയിൽപ്പീലി വേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിലത്തെ പേപ്പർ ഒട്ടിക്കുമ്പോൾ വേണ്ട ഇങ്ങനെ മുകളിലോട്ട് കാണരുത്, അത് കാണാതെയും കൊണ്ട് താഴ്ഭാഗത്തോട്ട് ഇറക്കി ഒട്ടിച്ച് കൊടുക്കുക. അപ്പം വേണ്ടേ നമ്മുടെ ഉണ്ണിക്കണ്ണന്മാർക്കുള്ള കിരീടം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.